വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. 10ാമത്തെ ചാപ്റ്ററാണ്. ഭരണഘടനയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ജനാധിപത്യ അവകാശങ്ങളൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിന്നും നന്നായി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കറണ്ട് അഫയേഴ്സൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഓൾറെഡി പാർട്ട് 1 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടായിരുന്നു. മധ്യകാല ഇന്ത്യയൊക്കെ അതൊക്കെ നമ്മൾ ഇടയിൽ കൂടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതിൽ കൂടി തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിട്ടുള്ളതും എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഇതിനിടയിൽ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലേ, ജനാധിപത്യവും അവകാശങ്ങളും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നെൽസൺ മണ്ടേല കുറച്ച് വരികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് നോക്കാം. അദ്ദേഹം ഒരു സമരം നയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും രാവും എന്ന് നെൽസൺ മണ്ടേല കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട് അല്ലേ. അദ്ദേഹം എന്താണ് ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള വാക്കുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത്. അദ്ദേഹം എല്ലാത്തിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അല്ലേ. എല്ലാത്തിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. സമത്വവും സഹവർത്തിത്വമുള്ള ഒരു രാജ്യത്തിന് വേണ്ടി പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് അദ്ദേഹം സ്വപ്നം കണ്ടതെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലായില്ലേ. അപ്പോൾ എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി ചാപ്റ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ, ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ക്ലാസ്സുകൾ കാണാൻ തുടങ്ങി പോയി കാണാം കേട്ടോ. അപ്പോൾ ജനാധിപത്യ വിരുദ്ധ ഗവൺമെൻറ്റുകൾ എവിടെയൊക്കെ നിലനിന്നോ അവിടെയൊക്കെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ. ജനാധിപത്യ വിരുദ്ധ ഗവൺമെൻറ്റുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്തുണ്ടായിരിക്കാം, പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ജനാധിപത്യ ഭരണക്രമത്തിന് വേണ്ടി നടന്ന സമരങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഉദാഹരണമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അല്ലേ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ജനാധിപത്യ വിരുദ്ധ സമരങ്ങൾക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങളായിരുന്നു. ഇനി നെൽസൺ മണ്ടേല ആരാണ്? നെൽസൺ മണ്ടേല എന്ന് ചോദിച്ചിട്ട് ഏതൊരു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നെൽസൺ മണ്ടേല എന്ന് പറയുന്നത് നോക്കാം. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിൽ 1918 ജൂലൈ 18 അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ നെൽസൺ മണ്ടേല എവിടെയാണ് ജനിക്കുന്നത്? ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിൽ 1918 ജൂലൈ 18 അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, ദക്ഷിണാഫ്രിക്കയിലാണ് ജനിച്ചത്. ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോരാടിയിരുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോരാടിയിരുന്നത്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര പോരാളിയായിരുന്നു അദ്ദേഹം. എവിടെയായിരുന്നു? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര പോരാളികളിൽ ഒരാളായിരുന്നു നെൽസൺ മണ്ടേല. രാജ്യദ്രോഹം കുറ്റം ചുമത്തി നടപ്പിലാക്കപ്പെട്ട അദ്ദേഹത്തിന് 26 വർഷവും 7 മാസവും 10 ദിവസവും ജയിലിൽ കഴിയേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം എത്രയാണ് പറയുന്നത്? അദ്ദേഹത്തിന് 26 വർഷം 7 മാസം 10 ദിവസമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത്. 1990 ഫെബ്രുവരി 11 ജയിൽ മോചിതനായ അദ്ദേഹം 1994 മെയ് 10 ദക്ഷിണാഫ്രിക്കയിലെ പ്രസിഡൻ്റായത്. അപ്പോൾ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻ്റ് ആയത് എന്നാണ്? 1994 മെയ് 10. 2013 ഡിസംബർ 5 95 വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ ജയിലിലൊക്കെ കഴിയേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം 1994 ആയപ്പോൾ അദ്ദേഹം പ്രസിഡൻ്റാണ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻ്റ് ആവുന്നത് അല്ലേ. ഏത് വംശമായിരുന്നു? നീഗ്രോ വംശജനായിരുന്നു അല്ലേ. ഇനി ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമ്പോൾ തന്നെ വിവിധ രാജ്യങ്ങളിൽ ജനാധിപത്യേതര ഗവൺമെൻറ്റുകളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ജനാധിപത്യ ഗവൺമെൻറ്റുകൾ മാത്രമല്ല, ജനാധിപത്യേതര ഗവൺമെൻറ്റുകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാലേ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കാം അവിടുന്ന് നമ്മളുടെ ഈ ഭരണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുണ്ടായിരിക്കാം? നോക്കി, കുറച്ച് തലക്കെട്ടുകൾ നൽകിയിട്ടുണ്ട് കേട്ടോ, വാർത്താ തലക്കെട്ടുകൾ നൽകിയിട്ടുണ്ട്. ഭൂട്ടാൻ രാജാവ് 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തലസ്ഥാനത്തെത്തും. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം നീതി ആയോഗ് എന്ന് പ്രധാനമന്ത്രി. ബ്രൂണൈ സുൽത്താൻ തൻ്റെ പിൻഗാമിയെ ഇന്ന് പ്രഖ്യാപിക്കും. മ്യാൻമറിൽ പട്ടാള ഭരണകൂടത്തിനെതിരെ ജനാധിപത്യവാദികൾ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മുടെ രാജ്യങ്ങളിൽ നിൽക്കുന്ന ഗവൺമെൻറ്റുകളെ കുറിച്ചൊക്കെയല്ലേ പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഓരോ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ രാജ്യങ്ങളും അവരുടെ ഗവൺമെൻറ്റിൻ്റെ രൂപം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? ഇന്ത്യയിൽ ജനാധിപത്യ ഭരണമാണല്ലേ നടക്കുന്നത്. ഇനി
ഭൂട്ടാനിൽ ഏത് നടക്കുന്നത്? ഭൂട്ടാനിൽ ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഭൂട്ടാനിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനാധിപത്യ ഭരണമാണ്. ബ്രൂണൈയിൽ സുൽത്താൻ ഭരണം, മ്യാൻമറിൽ പട്ടാള ഭരണം അല്ലേ. അപ്പോൾ ഇത് പഠിച്ചു വെക്കാം കേട്ടോ. ഭൂട്ടാനിൽ ഭരണഘടനാപരമായ രാജവാഴ്ച ബാബ അല്ലേ. ഇന്ത്യയിലെ ജനാധിപത്യ ഭരണം, ബ്രൂണൈയിൽ സുൽത്താൻ ഭരണം, മ്യാൻമറിൽ എന്താണ് പട്ടാള ഭരണം. ബ്രൂണൈയിൽ സുൽത്താൻ ഭരണം, മ്യാൻമറിലെ പട്ടാള ഭരണം. ഓക്കെ, മേൽ സൂചിപ്പിച്ച ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? ഭൂട്ടാൻ രാജാവും ബ്രൂണൈ സുൽത്താനും പിന്തുടർച്ചാടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്നു അല്ലേ. എവിടെ നോക്കിയേ, ഭൂട്ടാനിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത് നമ്മെ, ബ്രൂണൈയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് സുൽത്താൻ ഭരണമാണ് അല്ലേ. ഭൂട്ടാനിലാണെന്നുണ്ടെങ്കിൽ രാജവാഴ്ചയാണ്, അതായത് അവിടെ ഒരു സുൽത്താൻ രാജാവുണ്ട്. അതുപോലെ തന്നെ ബ്രൂണൈയിലാണെങ്കിലോ സുൽത്താനുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അവർ പിന്തുടർച്ചാധികാരം മൂലമാണ് അല്ലേ അവർ നിലവിൽ വരുന്നത്. ഇവ ജനാധിപത്യേതര ഗവൺമെൻറ്റുകൾക്ക് ഉദാഹരണമാണ്. ഇതെന്താണ്? ജനാധിപത്യേതര ഗവൺമെൻറ്റാണ്. അപ്പോൾ എന്താ പറഞ്ഞത് നമ്മൾ? ഭൂട്ടാനിൽ ഭരണഘടനാപരമായ രാജവാഴ്ചയും പിന്നെ ഇത് നമ്മൾ പറഞ്ഞത് ബ്രൂണൈയിൽ സുൽത്താൻ ഭരണവുമാണ്. ഇത് നമ്മൾ പറഞ്ഞു ഏതായിരുന്നു? ഇന്ത്യയും പറഞ്ഞു, അതുപോലെ തന്നെ മ്യാൻമറും പറഞ്ഞു അല്ലേ. അപ്പോൾ പട്ടാള ഭരണവും ജനാധിപത്യേതര ഗവൺമെൻറ്റുകളിലാണ് ഉൾപ്പെടുന്നത്. പട്ടാള ഭരണം എന്ന് പറയുന്നത് എന്താണ്? പട്ടാള ഭരണം എവിടെയായിരുന്നു നടക്കുന്നത്? മ്യാൻമറിലായിരുന്നു. പട്ടാള ഭരണം എന്ന് പറയുന്നതും ജനാധിപത്യേതര ഗവൺമെൻറ്റുകളിലാണ് പെടുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് മാത്രമാണല്ലേ ജനാധിപത്യ ഭരണം ഇതിൽ കാണിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് മാത്രമാണ് ജനാധിപത്യ ഭരണം ഉള്ളത്. അതുപോലെ തന്നെ ഭൂട്ടാനിൽ ഭരണഘടനാപരമായ രാജവാഴ്ച, ബ്രൂണൈയിൽ സുൽത്താൻ ഭരണം, മ്യാൻമറിലെ പട്ടാള ഭരണം എന്താണ്? ഭരണഘടനേതര ജനാധിപത്യേതര ഇതിൽ വരുന്നതാണ് അല്ലേ. ജനാധിപത്യേതര ഗവൺമെൻറ്റിൽ വരുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലേ. ഒന്നില്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിലധികം വ്യക്തികളായിരിക്കാം. സ്വന്തം ഇഷ്ടാനുസരണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജനാധിപത്യേതര ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യ ഭരണക്രമമാണല്ലേ. ഇന്ത്യയിൽ എന്താണ്? ജനാധിപത്യ ഭരണക്രമമാണുള്ളത്. ഇനി ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെയാണ് ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ജനപ്രതിനിധികൾ നടത്തുന്ന ഗവൺമെൻറ്റിനെ ജനാധിപത്യ ഗവൺമെൻറ് എന്നും, അതല്ലാതെ ജനാധിപത്യേതര ഗവൺമെൻറ് എന്ന് വെച്ചാൽ എന്താണ്? ജനാധിപത്യേതര ഗവൺമെൻറ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമത്തെ എന്തെന്ന് പറഞ്ഞു? ജനാധിപത്യേതര ഭരണവ്യവസ്ഥ എന്ന് പറഞ്ഞു. അതല്ല, ജനപ്രതിനിധികൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ജനാധിപത്യ ഗവൺമെൻറ് എന്നും പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കൊരു ടേബിൾ നൽകിയിട്ടുണ്ട്. ജനാധിപത്യ ഗവൺമെൻറ്റും ജനാധിപത്യേതര ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നല്ലേ നോക്കി വെക്കാം. ജനാധിപത്യ ഗവൺമെൻറ് എന്ന് വെച്ചാൽ എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനാധിപത്യ ഗവൺമെൻറ്റിൽ ഉണ്ടായിരിക്കുക. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനാധിപത്യ ഗവൺമെൻറ്റിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും അവിടെ? ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഭരണാധികാരികളും നിയമത്തിന് വിധേയരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഭരണാധികാരികളും നിയമത്തിന് വിധേയരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? ജനാധിപത്യ ഗവൺമെൻറ് എന്ന് വെച്ചാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമായിരിക്കാം. അതുപോലെ തന്നെ അവിടെ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഉറപ്പു നൽകുന്നുണ്ട്. ഭരണാധികാരികളും നിയമത്തിന് വിധേയരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ജനാധിപത്യേതര ഗവൺമെൻറ് എന്ന് വെച്ചാൽ എന്താണ്? അധികാരം പരമ്പരാഗതമായിട്ട് കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നതിനെയാണ് ജനാധിപത്യേതര ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ എന്തായിരിക്കും? പാരമ്പര്യമായിട്ട് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോ പ്രദേശങ്ങളിൽ പിടിച്ചെടുക്കുകയും ചെയ്യുന്നതിലൂടെയൊക്കെ ആയിരിക്കണം ജനാധിപത്യേതര ഗവൺമെൻറ് ലഭിക്കുന്നത്. എന്നാൽ അവിടെ എന്താണ്? ആൾക്കാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അവകാശങ്ങളൊക്കെ എന്താണ്? ഭയങ്കര കുറവാണല്ലേ. ചിലപ്പോൾ ലഭിക്കണമെന്നേ ഇല്ല. അപ്പോൾ പരിമിതമാണ്. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഇനി ഭരണാധികാരി നിയമത്തിന് അതീതനാണ്. കാരണം അവർ തീരുമാനിക്കുന്നതാണല്ലേ നിയമം എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഭരണാധികാരികൾ തീരുമാനിക്കുന്നത്? അതാണ് അവിടുത്തെ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ ജനാധിപത്യ ഗവൺമെൻറ്റും ജനാധിപത്യേതര ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ജനാധിപത്യ ഗവൺമെൻറ് എന്ന് വെച്ചാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണല്ലേ. അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ടായിരിക്കണം? നിയമത്തിന് വിധേയരായിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അവകാശങ്ങളൊക്കെ ലഭിക്കും. അതിന് എക്സാമ്പിളാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ജനാധിപത്യേതര ഗവൺമെൻറ് എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു? അവർക്ക് ഒന്നില്ലെങ്കിൽ പിന്തുടർച്ച അവകാശമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ചിലപ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൊക്കെ അല്ലേ. അതില്ലെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാം. ഓരോ സമരങ്ങളും ഓരോ പ്രക്ഷോഭങ്ങളൊക്കെ വഴി ഇങ്ങനെ പിടിച്ചെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പിടിച്ചെടുക്കുന്ന വഴിയൊക്കെ ലഭിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? അതുപോലെ തന്നെ അവർക്കെന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അവകാശങ്ങളൊക്കെ പരിമിതമായിരിക്കും. പിന്നെ അവർ തന്നെയാണല്ലോ നിയമം ഉണ്ടാക്കുന്ന ആരെന്നെയാണ്? ഈ ഭരണാധികാരികൾ തന്നെയായിരിക്കും അല്ലേ. അപ്പം അത്രയൊക്കെയാണ് ജനാധിപത്യ ഗവൺമെൻറ്റും ജനാധിപത്യേതര ഗവൺമെൻറ്റും തമ്മിൽ ഡിഫറൻസ് പറഞ്ഞത്. ഇനി ജനാധിപത്യേതര ഗവൺമെൻറ് എവിടെയൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു? മ്യാൻമറിൽ പട്ടാള ഭരണമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബ്രൂണൈയിൽ എന്താ പറഞ്ഞത്? സുൽത്താൻ
സുൽത്താൻ ഭരണമാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ എന്താ നമ്മൾ പറഞ്ഞ ഒരു രാജ്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഭൂട്ടാൻ അല്ലേ, ഭരണഘടനാപരമായ രാജവാഴ്ചയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ന് പറയാനുള്ളത് ജനാധിപത്യ ഗവൺമെൻറ്റും ജനാധിപത്യേതര ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് പറയാനുള്ളത്. ലോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ ഭരണക്രമമാണ്. ലോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ജനാധിപത്യ ഭരണക്രമമാണ്. മറ്റുള്ള സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് അതിനുള്ള മേന്മകളാണ് ഇതിനുള്ള കാരണമെന്ന് പറയുന്നത്. മറ്റുള്ള സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് ഇതിന് എന്തുണ്ട്, കുറേ മേന്മകളുണ്ട്. അപ്പോൾ ഏതൊക്കെ മേന്മകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം. ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? ജനാഭിലാഷം മാനിക്കുന്നുണ്ട് അല്ലേ, നമുക്കറിയാം അല്ലേ, അവരുടെ അഭിപ്രായങ്ങളും ഇതൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പാലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നുണ്ട്. ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് തന്നെയാണ് വിധേയരാകുന്നത്. രണ്ടുപേർക്ക് ഓരോ നിയമമാണോ? അല്ല അല്ലേ, ഒരേ നിയമത്തിന് തന്നെ ഭരണാധികാരികളും ജനങ്ങളും, അതായത് എല്ലാവരും തുല്യരാണ്. ഇനി ഭരണാധികാരികൾ ജനങ്ങളോടാണ് കടപ്പെട്ടിരിക്കുന്നത്, അവരെയാണല്ലോ അതിൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകൾ എന്ന് പറയുന്നത്. ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കി ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയായിരിക്കണം ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ജനാധിപത്യ ഗവൺമെൻറ് എന്തായിരിക്കാം, ഇവിടെ എന്തായിരിക്കാം വരുന്നത്, കൃത്യമായ കാലപരിധിയിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്ലേ ജനാധിപത്യ ഗവൺമെൻറ്റിന്. അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ ഭരണമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, വ്യക്തി സ്വാതന്ത്ര്യം നിലനിൽക്കുന്നുണ്ട് അല്ലേ, വ്യക്തി സ്വാതന്ത്ര്യം നിലനിൽക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ജനാഭിപ്രായം മാനിക്കുന്നുണ്ട്, ജനാഭിപ്രായം മാനിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, ജനാധിപത്യ ഗവൺമെൻറ് ആയിട്ട് വരും. ഇനി തലമുറകളായിട്ട് കൈമാറുന്ന ഭരണക്രമം എന്താണ്, ജനാധിപത്യേതര ഭരണമായിരിക്കും. അതുപോലെ തന്നെ രാജാവിൻ്റെ അല്ലെങ്കിൽ സുൽത്താൻ അല്ലെങ്കിൽ പട്ടാള മേധാവിയുടെ ഭരണമായിരിക്കാം അവിടെ അല്ലേ. അതുപോലെ തന്നെ എന്താണ്, കോടതികൾക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കാം. അവരുടെ അഭിലാഷങ്ങളൊക്കെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളൊക്കെ മാനിക്കുന്നുണ്ടോ, ഇല്ല അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് മനസ്സിലായി, ജനാധിപത്യ ഗവൺമെൻറ്റുകളെ ഇതര ഗവൺമെൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ആ ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണ്. പൗരന്മാർക്ക് ജനാധിപത്യ ജീവിതം സാധ്യമാകണമെങ്കിൽ എന്ത് നിലനിൽക്കണം, പൗരാവകാശങ്ങൾ നിലനിൽക്കണം. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായ ഏതാനും അവകാശങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ജനങ്ങൾക്ക് ലഭിക്കുന്ന എന്താണ്, അവകാശങ്ങളാണ് അല്ലേ. ജനാധിപത്യ രാജ്യങ്ങളിൽ മാത്രമാണല്ലേ ഈ അവകാശങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നോക്കിയ ഒരു ചിത്രം നൽകിയിട്ട് പറയുന്നുണ്ട്, ഒരു ഫറാ ബേക്കർ പറയുന്ന ഒരു വേർഡ്സ് നമുക്ക് നോക്കാം. സ്പെയിൻ യാത്രയിൽ നിന്നും ഗിത്താർ പഠിക്കുന്നതിൽ നിന്നും എൻ്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു, ജീവനോടെ ഇരുന്നാൽ മതി. അധിനിവേശമില്ലാതെ സ്വതന്ത്രരായി സമാധാനത്തോടെ ജീവിക്കുന്നത് എങ്ങനെയുണ്ടാകും, ഞാൻ ഒരിക്കലും അത് അറിഞ്ഞിട്ടില്ല, അത്രയ്ക്ക് മനോഹരമാണോ അതെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ആ കുട്ടി എങ്ങനെയാണ് ജീവിക്കുന്നുണ്ടായിരിക്കുക, പലസ്തീൻ ഒരു കുട്ടിയുടെ വാക്കുകളാണ്. അത് നോക്കിയേ, ബാല്യകാലം മുതലേ യുദ്ധഭൂമിയിൽ ജീവിക്കേണ്ടി വന്ന 16-കാരിയായ പലസ്തീൻ പെൺകുട്ടികളുടെ വാക്കുകളാണിത്. സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത വിധം യുദ്ധം ഫറാ ബക്കറിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു. ഇതുപോലെ സ്വാതന്ത്ര്യം, സമാധാനം, അവകാശങ്ങൾ എന്നീ പദങ്ങളുടെ അർത്ഥം എന്താണെന്നറിയാതെ ധാരാളം പേർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലേ. എന്താണ് അപ്പോൾ അവകാശം എന്ന് പറയുന്നത്, എന്താണ് അവകാശം, ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളെയാണെന്ന് പറയുന്നത് അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അവകാശങ്ങൾ, ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിനും സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളെയാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെൻറ്റുകൾ സ്വീകരിക്കാറുണ്ട്. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയെയാണ് അവകാശ പത്രിക എന്ന് പറയുന്നത്. നമുക്കറിയാലേ, നമ്മുടെ ഈ സിലബസിൽ എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. എന്ന് നമ്മൾ ഇത്ര നാൾ വരെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ എന്ത് കാണിക്കുന്നുണ്ട്, നമുക്കറിയാലേ, മൗലിക കർത്തവ്യങ്ങളും മൗലിക അവകാശങ്ങളൊക്കെ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികളെല്ലാം രാജ്യത്തിലെ ഗവൺമെൻറ്റുകൾ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ എന്താണ് അവകാശ പത്രിക എന്ന് പറയുന്നത്, ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അവകാശ പത്രിക എന്താണ്, അപ്പോൾ മൗലിക അവകാശങ്ങളാണല്ലേ. ഇന്ത്യയുടെ അവകാശ പത്രിക എന്ന് പറയുന്നത് എന്താണ്, മൗലിക അവകാശങ്ങളാണ്. ഇനി എന്താണ് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ അവകാശങ്ങൾ എന്നൊക്കെ പറയുന്നത് നോക്കി വയ്ക്കാം. ഇവിടെ നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. പെരിയാർ മലിനീകരണം, തീരദേശവാസികൾ ആശങ്കയിൽ, ഇന്ത്യയിലെ അസംഘടിത മേഖലയിൽ തൊഴിൽ ചൂഷണം വർദ്ധിക്കുന്നു. ഡിസംബർ 10
മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത് ശിവകാശിയിലെ പടക്ക നിർമ്മാണ ഫാക്ടറിയിലെ കുട്ടികളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെന്ന റിപ്പോർട്ട് എന്ന് പറയുന്ന കുറച്ച് കോളാശകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവകാശം നിഷേധിക്കാനിടയാക്കുന്ന ചില സാഹചര്യങ്ങളും അവ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളുമാണ് കോളാശിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. ആധുനിക കാലത്ത് അവകാശങ്ങളെ പൊതുവെ മനുഷ്യാവകാശങ്ങൾ എന്ന നിലയ്ക്കാണ് വിലയിരുത്തപ്പെടുന്നത്. ആധുനിക കാലത്ത് അവകാശങ്ങൾ എന്താണ്? പൊതുവെ മനുഷ്യാവകാശങ്ങൾ എന്ന നിലയ്ക്കാണ് വിലയിരുത്തപ്പെടുന്നത്. മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്? ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1948 ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത്. അപ്പോൾ ഈ മനുഷ്യാവകാശത്തിനെ കുറിച്ചിട്ടും മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് 9ാം ക്ലാസ്സിലെ SCERTയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. ആദ്യം തന്നെ ഈ ക്ലാസ് കണ്ടതിന് ശേഷം അത് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ 1948 എന്തുണ്ടെന്ന് പറയുന്നതാണ്? 1948 ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പ് നോക്കി എന്താണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു, അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്തുവാൻ നിർബന്ധിതരുമാണ്. ഇതിനെയാണ് പറയുന്നത്. അപ്പോൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ മനുഷ്യരും സ്വതന്ത്രരായിട്ടാണ് ജനിക്കുന്നത്, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നുണ്ട്, അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതയും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം വഴി എന്തൊക്കെ അവകാശങ്ങളായിരിക്കാം നൽകിയിട്ടുണ്ടായിരിക്കുക? ജീവിക്കുവാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുവാനുള്ള അവകാശം അല്ലേ? അപ്പോൾ ജീവിക്കുവാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുവാനുള്ള അവകാശം. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെയും രൂപീകരണം എന്ന് പറയുന്നത്. അപ്പം ഇത് ഈ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം 9ാം ക്ലാസ്സിലെ SCERTയിലെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് ഇതിനും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് കാണാട്ടോ എന്തായാലും, എന്നാലാണ് ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി ജീവിക്കുവാനുള്ള അവകാശം എന്നാൽ എന്താണ്? അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. ജീവിക്കാനുള്ള അവകാശം എന്ന് വെച്ചാൽ അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ജീവിക്കുവാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. ഇനി എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് വെച്ചാൽ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം എന്ന് പറയുന്നത്. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ രൂപം കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം വന്നത്? 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷൻ രൂപം നൽകിയിട്ടുള്ളത്. ഇനി കമ്മീഷനിലെ അംഗം എന്ന് പറയുന്നത് എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കാം? ആരായിരിക്കും അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്? നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടായിരിക്കും? 5 അംഗങ്ങളുണ്ടായിരിക്കും. ആരൊക്കെയാണ്? റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കും. അദ്ദേഹമായിരിക്കും കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. റിട്ടയർഡ് ചെയ്തിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കും. അദ്ദേഹമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ
കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം. 1993 പാർലമെന്റ് പാസ്സാക്കിയത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ് കമ്മീഷൻ രൂപം നൽകിയത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ഉണ്ടായിരിക്കാം. റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും അദ്ദേഹത്തെ ഈ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതിന്മേൽ അന്വേഷണം നടത്തുക. ഇമ്പോർട്ടൻ്റ് ആണോ? ഇത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. LDCയിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. അതിനുശേഷം ഇപ്പം നടക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും കാണുന്നുണ്ട്. അപ്പോൾ നോക്കാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക. ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് തോന്നും അല്ലേ, ജയിലുകൾ സന്ദർശിക്കുന്നതൊക്കെ ഇതിൽ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്? ചുമതലകൾ എന്തൊക്കെയാണ്? മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതിന്മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക എന്നിവയ്ക്കാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കാം കേട്ടോ. നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ സംഘടനകൾ രൂപീകരിക്കുന്നുണ്ട്, പിന്നെ ജയിലിൽ പോയിട്ട് സന്ദർശിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി ഈ ജസ്റ്റിസ് രംഗനാഥ മിശ്ര എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നത്. ഇനി നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്താ പറയുന്നത്? എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. അപ്പോൾ എന്നാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നായിരുന്നു? 1993 ഒക്ടോബർ 12 നിലവിൽ വന്നത്. ഇനി ഇവിടെ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കാം? ഒരു ചെയർമാനും 2 അംഗങ്ങളും തുടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് 3 അംഗങ്ങൾ അല്ലേ, ഒരു ചെയർമാൻ ഉണ്ടായിരിക്കാം, 2 അംഗങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ 3 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉള്ളത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, എന്തൊക്കെയാണ്? ജയിലിൽ പോയിട്ട് സന്ദർശിക്കുക, പരാതിന്മേൽ അന്വേഷണം നടത്തുക, അതുപോലെ തന്നെ എന്താ പറഞ്ഞത്, നമ്മെ സന്നദ്ധ സംഘടനകൾ രൂപീകരിക്കുക, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പിന്നെ പറഞ്ഞത് നമ്മെ നിർദ്ദേശങ്ങൾ നൽകുക അല്ലേ, ഫലവത്തായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഇതിൻ്റെയും ചുമതലകൾ എന്ന് പറയുന്നത്. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ് അല്ലേ. ഇത് ചിലപ്പോൾ ചോദിക്കാത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ആരെയാണ്? മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ. ഇനി എന്താണ് കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്? കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ പഠിക്കാനുള്ള അവകാശമുണ്ട്, അതുപോലെ തന്നെ പേരിനും ദേശീയതയ്ക്കും അവകാശമുണ്ട്, ബാലവേലിൽ നിന്ന് സംരക്ഷണം എന്നൊക്കെ പറയുന്നത് കുട്ടികളുടെ അവകാശമാണ്. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് സവിശേഷമായ അവകാശങ്ങൾ ആവശ്യമാകുന്നത്? എന്തൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്? നോക്കി കുട്ടികളുടെ അവകാശം വിദ്യാഭ്യാസം നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ അഭിപ്രായം പറഞ്ഞു അല്ലേ, ബാലവേലയിൽ നിന്നും ചൂഷണത്തിൽ നിന്നൊക്കെ സംരക്ഷണം പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ബാല്യത്തിൻ്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥ കുട്ടികളെ സവിശേഷ പരിഗണന അർഹരാക്കുന്നു. അതിനാൽ കുട്ടികളെ അവകാശ സംരക്ഷണം വളരെ പ്രാധാന്യമാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ബാല്യത്തിൻ്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥ കുട്ടികളെ സവിശേഷ പരിഗണന അർഹരാക്കുന്നുണ്ട്. അതിനാൽ കുട്ടികളുടെ അവകാശ സംരക്ഷണം വളരെ പ്രാധാന്യമാണ്. വിദ്യാഭ്യാസം കുട്ടികളുടെ പ്രധാന അവകാശമാണ്. 2009 പാർലമെന്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം ഇതെടുത്തു പറയുന്നു. അപ്പോൾ എന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത്?
പാസ്സാക്കുന്നതെന്നാണ് 2009 അല്ലേ. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത്. അതുപോലെ തന്നെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ഇത് ഉറപ്പാക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു 2009 പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നത്. അത് പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികളുടെ അവകാശമാണ്. പഠനാനുകൂല അന്തരീക്ഷവും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് തന്നെയാണ്? കുട്ടികളുടെ അവകാശമാണല്ലേ. അപ്പോൾ സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കുക മാത്രമല്ല അതിനുവേണ്ടി ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് കുട്ടികളുടെ അവകാശമാണ്. അപ്പോൾ പഠിക്കാനുള്ള അവകാശം കുട്ടികളുടെ അവകാശമാണ് നമ്മൾ മനസ്സിലാക്കിയില്ലേ. ഇനി എന്തൊക്കെയായിരിക്കണം അവകാശം? അതിജീവനത്തിനും സംരക്ഷണത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം, മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ നിന്നും സംരക്ഷണത്തിനും പരിചരണത്തിനുമുള്ള അവകാശം, അതിജീവനത്തിനും സംരക്ഷണത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം, മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ നിന്നും സംരക്ഷണത്തിനുള്ള പരിചരണത്തിനുമുള്ള അവകാശം എന്നൊക്കെ പറയുന്നത് കുട്ടികളുടെ അവകാശങ്ങളിൽ പെടുന്നവയാണ്. ഇനി കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നിലനിൽക്കുമ്പോൾ തന്നെ അവർ വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് അല്ലേ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ധാരാളം നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ കഴിഞ്ഞ 3ാം ക്ലാസ്സിലെ CRT പറയുന്നുണ്ട് അല്ലേ, ബാലാവകാശ കമ്മീഷനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട് അല്ലേ. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ ബാലാവകാശ കമ്മീഷനെയും സംസ്ഥാന ബാലാവകാശ കമ്മീഷനെയും രൂപീകരണം എന്ന് പറയുന്നത്. ഇനി ഇതിനു വേണ്ടി പ്രവർത്തിച്ച് കുറച്ച് പേരുണ്ടല്ലോ, നമുക്ക് നോക്കാം. കൈലാഷ് സത്യാർത്ഥി ആരാണ്? 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ചിട്ട് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്നു കൈലാഷ് സത്യാർത്ഥി. അപ്പോൾ ബാലവേലയ്ക്കെതിരെ പ്രവർത്തിച്ചത് ആരായിരുന്നു? കൈലാഷ് സത്യാർത്ഥി ആയിരുന്നു. 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി ആരാണ്? മലാല യൂസഫ്സായി അറിയാലോ അല്ലേ. മലാല യൂസഫ്സായി എന്ന് പറയുന്ന പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് 17ാം വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു? സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. മലാല യൂസഫ്സായിക്ക് 17ാം വയസ്സിലാണ് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അതിനൊപ്പം തന്നെ കൈലാഷ് സത്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ബാലവേലയ്ക്കെതിരെ അല്ലേ. ഇനി മലാല യൂസഫ്സായി എന്തായിരുന്നു? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അല്ലേ, പെൺകുട്ടിയായിരുന്നു അല്ലേ. ഇനി കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ ബാലാവകാശ കമ്മീഷനെ സമീപിക്കുവാനും പരാതിപ്പെടുവാനും എന്തുണ്ട്? അവകാശമുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ ആരെയാണ്? ബാലാവകാശ കമ്മീഷനെ സമീപിക്കാം, പരാതിപ്പെടാം. ഇനി നമ്മൾ കുട്ടികളുടെ അവകാശം പറഞ്ഞു, എല്ലാവരുടെയും അവകാശം പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് സ്ത്രീകളുടെ അവകാശങ്ങളാണ് കേട്ടോ. സ്ത്രീകളുടെ അവകാശങ്ങൾ എന്താണ് പറയുന്നത്? കുറച്ച് കൊളാഷുകൾ നൽകിയിട്ടുണ്ടല്ലേ. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് എല്ലാ സ്ഥാപനങ്ങളും വനിതാ സെൽ രൂപീകരിക്കണമെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിൽ വനിതകൾക്ക് പ്രത്യേക വിശ്രമ കേന്ദ്രങ്ങൾ വേണം. അതുപോലെ നിർഭയ എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിയമ നടപടിയാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം നൽകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ മുകളിൽ കൊടുത്ത വാർത്തകളിൽ എന്താണ് പറയുന്നത്? സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായിട്ട് 1979 സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത്. അപ്പോൾ 1979 ഐക്യരാഷ്ട്രസഭ സ്ത്രീകളെ കുറിച്ചിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉടമ്പടിയൊക്കെ അംഗീകരിച്ചത് 1979. 1979 ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, സ്ത്രീകൾക്ക് മാത്രമല്ല അല്ലേ, പുരുഷനും എന്താണ്? തുല്യമായിട്ടുള്ള പരിഗണന വേണം അല്ലേ. അപ്പോൾ പുരുഷന് നൽകുന്ന അതേ തുല്യമായിട്ടുള്ള പരിഗണന സ്ത്രീകൾക്ക് വേണം. അതായത് രണ്ടുപേരും തുല്യരാണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനം, അതുപോലെ തന്നെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ മേഖലയിൽ തുല്യ പരിഗണന നൽകണം. സ്കോളർഷിപ്പുകൾ, പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിലും തുല്യ അവസരം നൽകണം. എല്ലാ നിലയിലും പുരുഷന് തുല്യമായ പരിഗണന സ്ത്രീയുടെ അവകാശമാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് ദേശീയ തലത്തിൽ ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനുകളും പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, അവകാശ നിഷേധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ കമ്മീഷന് സമർപ്പിക്കാവുന്നതാണ്. പരാതികൾ അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ കമ്മീഷൻ കൈക്കൊള്ളുന്നതാണ്. അതായത് എന്താ പറയുന്നത്? വനിതകൾക്ക് വേണ്ടിയും കമ്മീഷനുണ്ട്, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുണ്ടെങ്കിൽ എന്തെങ്കിലും പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ സമർപ്പിക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് എന്താണ്? അവകാശങ്ങളും കടമകളും അല്ലേ. അവകാശങ്ങൾ മാത്രമാണ് നമുക്ക് വേണ്ടത് അല്ല അല്ലേ, കടമകളും വേണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അവകാശങ്ങളും കടമകളും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഇത് കഴിഞ്ഞ ഏതോ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അവകാശങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്?
എന്താണ് അവകാശങ്ങൾ എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ്. അതുപോലെ തന്നെ എന്താണ് കുട്ടി എന്ന നിലയിൽ സംരക്ഷണം ആരുടെയാണ്? എൻ്റെ അവകാശമാണ്. വാർദ്ധക്യത്തിലുള്ള സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്. വിദ്യാഭ്യാസവും അതിനുള്ള അടിസ്ഥാന സൗകര്യവും എൻ്റെ അവകാശമാണ്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ച് കിട്ടുവാനുള്ള അവകാശവും എനിക്കുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് കടമകൾ എന്ന് വെച്ചാൽ ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും നൽകുക എന്ന് പറയുന്നത് എൻ്റെ കടമയാണ്. എന്നെ സംരക്ഷിക്കുക മാതാപിതാക്കളുടെ കടമയാണ്. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എൻ്റെ കടമയാണ്. സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറയുന്നത് കടമയാണ്. രാഷ്ട്ര സേവനവും സമൂഹ സേവനവും എൻ്റെ കടമയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. അവകാശങ്ങൾ നമ്മൾ പറഞ്ഞു, സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന അതേ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നൽകണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കടമയാണ്. ഇനി കുട്ടി എന്ന നിലയിൽ നമുക്ക് നമ്മുടെ സംരക്ഷണം നമ്മുടെ അവകാശമാണ്. എന്നാൽ അത് നമ്മളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കടമയാണ്. അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്. അതുപോലെ തന്നെ നമ്മുടെ കടമയാണല്ലേ അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യ അവകാശമാണ്. അതുപോലെ തന്നെ സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കടമയാണ്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ച് കിട്ടുവാൻ എനിക്ക് അവകാശമുണ്ട്. അപ്പോൾ ഏതാനും അവകാശങ്ങളും അതിനനുസൃതമായ ചില കടമകളും നമ്മൾ വായിച്ചു അല്ലേ. കടമകളില്ലാതെ അവകാശങ്ങളിൽ നിന്ന് നിലനിൽക്കുകയില്ല അല്ലേ. നമുക്കും ഓരോ അവകാശങ്ങളുള്ള പോലെ തന്നെ നമുക്കും എന്തുണ്ട്? കടമകളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലായത്? ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനാധിപത്യ ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ ജനാധിപത്യേതര ഗവൺമെൻറ് എന്നും ഒക്കെയുണ്ട്. ജനാധിപത്യ ഗവൺമെൻറ്റിൽ ഇന്ത്യയൊക്കെയാണ് വരുന്നത്. ജനാധിപത്യേതര ഗവൺമെൻറ്റിൽ മ്യാൻമറും അതുപോലെ തന്നെ ബ്രൂണായും അതുപോലെ തന്നെ എന്തൊക്കെയാണ് വന്നിട്ട് എന്തൊക്കെയായിരുന്നു? മ്യാൻമറും ബ്രൂണായി അതുപോലെ തന്നെ ഭൂട്ടാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ജനാധിപത്യ ഗവൺമെൻറ്റിൽ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ജനാധിപത്യേതര ഗവൺമെൻറ്റിലോ അവകാശങ്ങൾ പരിമിതമായിരിക്കും. ഇനി എന്തൊക്കെ അവകാശങ്ങളാണ് നമ്മൾ പറഞ്ഞത്? മനുഷ്യാവകാശങ്ങൾ, കുട്ടികളുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുണ്ട് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പഠിച്ചു? ജനാധിപത്യ ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസിലെ ജനാധിപത്യ ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. അതുപോലെ തന്നെ അവകാശങ്ങളാണ് അതിൽ നിന്നും ഡിഫറൻസ് ആക്കണമെന്ന് നമുക്ക് മനസ്സിലായി. അവകാശ പത്രിക എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഭരണഘടനയിൽ ഉൾപ്പെടുത്തി ജനങ്ങളെ ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയായിരുന്നു അവകാശ പത്രിക. ആധുനിക കാലത്തെ അവകാശങ്ങൾ പൊതുവെ മനുഷ്യാവകാശങ്ങൾ എന്ന നിലയിലാണ് കണക്കാക്കുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ തുടങ്ങിയവയ്ക്ക് മനുഷ്യാവകാശങ്ങളോടൊപ്പം പ്രത്യേക പരിഗണന നൽകിയിരിക്കണം. അവകാശങ്ങളോടൊപ്പം നമുക്ക് എന്തുണ്ട്? കടമകളുണ്ട് എന്നൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇതിനെ തുടർച്ചയായിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. 9ാം ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ ജനാധിപത്യം, ഈ കമ്മീഷനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ കമ്മീഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നന്നായിട്ട് പഠിച്ച് വയ്ക്കുക. എല്ലാ എക്സാമിനും എന്തായാലും മതി ഒരു ക്വസ്റ്റ്യൻ അല്ല, എന്തായാലും 2-3 ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.